ആൻമേരി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എനിക്കും ദിവ്യയ്ക്കും മെസ്സേജ് അയച്ചിരുന്നു. ആൻമേരിയുടെ ഹസ്ബൻഡിന്റെ പേര് ഗ്ലോബൽ സിറ്റിസൺ എന്ന് പറയാൻ പറഞ്ഞു. പുള്ളിയുടെ പേരെന്തായിരുന്നു? ബോസ്കോ. ബോസ്കോനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻമേരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറൊരു വിശേഷമുള്ളത്, തട്ടത്തിൽ മറിയത്തില് ഐഷയുടെ ചെറുപ്പമായിട്ട് അഭിനയിച്ച പെൺകുട്ടി, അവളിപ്പോ വളർന്ന ഏതാണ്ട് ഒരു 19-20 വയസ്സ് ഉണ്ട്. ടെസ്സ അലക്സ് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്. ഈ കാണുന്ന ടെസ്സയാണ് അന്ന് ബേബി ഐഷയായിട്ട് അഭിനയിച്ചത്. 12 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ടെസ്സേനെ കാണുന്നത്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അന്ന് കാണുമ്പോൾ. അപ്പോ ഇത് ടെസ്സയ്ക്കും ബോസ്കോനും ആൻമേരിക്കും പിന്നെ എൻ്റെ ഭാര്യ കുട്ടികളുണ്ട് ഇവിടെ. രോമാഞ്ചമായ ബിരിയാണി എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പയ്യന്നൂർ കോളേജിൽ വരാൻ വേണ്ടിയുള്ള വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകത അതവരുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നതല്ല. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മുഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തനെ ഇവിടെ വിട്ടുകൊടുക്കൂല. ഈ ഒന്നിച്ച് ചൊല്ലി ഇവിടെ എന്റെയാണ്. മനമേ നീ പാടും പ്രേമാനം എന്നിൽ നിന്നും പരന്നകന്നൊരു ഇപ്പുറത്തുള്ള ആൾക്കാർ നല്ല വൃത്തിക്ക് പാടുന്നുണ്ട്. ഇരിക്കുന്ന ആൾക്കാരുടെ സഹായിച്ചാൽ ഇത് നമുക്കൊരു ഇവന്റ് ആക്കി മാറ്റാം. റെഡി? ഒന്നുകൂടെ. 1000 കാത്തിരുന്നു എന്നിൽ നിന്നും പറന്നകന്നൊരു എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ കാത്തിരുന്നു என்ன காதல் என்ன என்று சொல்லாமல் எங்க
കാട്ടു ചെമ്പക ചോട്ടിൽ നിന്ന് പൂങ്കാറ്റിലെങ്ങോ ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പക ചോട്ടിൽ രാസാതി കേൾക്കായും നേരത്ത് നീ പാടടി എളിയേ രാസാതി എളിയേ രാസാതി ദിനോ കാണാത്ത പൂമഴ